മഹാനായ പ്രമുഖനായ ഒരു സ്വഹാബിയാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. മഹാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വഹാബാക്കളിൽ ഉന്നത സ്ഥാനമുള്ള ഒരു സ്വഹാബിയാണ്. ഒരു ദിവസം അദ്ദേഹവും ഒരു മുനാഫിഖായ മനുഷ്യനും ത്വായിഫിലേക്ക് പോയി വളരെ നടന്നാണ് പോകുന്നത്. അങ്ങനെ കുറേ നടന്നു. വഴി മധ്യ എത്തിയപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചപ്പോഴാണ് അവിടെ ഒരു ഗുഹ കാണുന്നത്. അപ്പം മുനാഫിഖായ മനുഷ്യൻ പറഞ്ഞു, അല്ല നമുക്ക് ഏതായാലും നടന്ന് രണ്ടാളും ക്ഷീണിച്ചിരുന്നു, നമുക്ക് ആ ഗുഹയിലൊന്ന് കയറി വിശ്രമിച്ച് റാഹത്തായിട്ട് പോയാൽ പോരെ. അപ്പോൾ സെയ്ദ് ബിൻ ഹാരിസ തങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ, എന്താ നമുക്ക് ക്ഷീണം മാറ്റാം. രണ്ടാളും ഗുഹയിൽ കയറി വിശ്രമിച്ചു. ആ വിശ്രമത്തിനിടയിൽ മഹാനായ സെയ്ദ് ബിൻ ഹാരിസ തങ്ങൾ ഉറങ്ങിപ്പോയപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികനായ വിശ്വസിച്ചു കൂടെ കൂട്ടിയ ആ മുനാഫിഖായ മനുഷ്യൻ സെയ്ദ് ബിൻ ഹാരിസ തങ്ങളെ ചതിക്കുക ചെയ്തത്. മഹാനവറുകളെ കൈകാലുകൾ പിടിച്ച് കെട്ടിബന്ധിച്ചു. എന്നിട്ട് ഉറയിൽ നിന്നും തിളങ്ങുന്ന വാൾ വലിച്ചൂരിയെടുത്തു. എന്നിട്ട് മഹാനവറെ കൊല്ലാൻ വേണ്ടി നോക്കുന്ന സമയത്ത് മഹാൻ ഞെട്ടി ഉണർന്നപ്പോൾ കാണുന്ന കാഴ്ച, തൻ്റെ കൈയും കാലൊക്കെ കെട്ടിട്ടിരുന്ന് തന്നെ കൊല്ലാൻ വേണ്ടി തൻ്റെ സുഹൃത്ത് ഒപ്പം യാത്ര പോകുന്ന ആൾ വാളും പിടിച്ച് നിൽക്കുകയാണ് കൊല്ലാൻ വേണ്ടി. അപ്പോൾ മഹാനവർ ചോദിച്ചു, ലിമ തഖ്തുലനി, എന്തിനാണ് എന്നെ കൊല്ലുന്നത്? അപ്പം അയാൾ പറഞ്ഞത് ധിക്കാരമുള്ളൊരു വാക്കാണ്. എന്താണ്? ലി അന്ന മുഹമ്മദൻ യുഹിബ്ബുക വ അന അബ്ഗുദുഹു. കണ്ടോ, എനിക്ക് മുഹമ്മദ് എന്ന ആൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നാൽ എനിക്കത് ഭയങ്കര ദേഷ്യം മൂപ്പരെ, അതുകൊണ്ട് നിങ്ങളെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ആരുമില്ലാത്ത സമയം, ആരുമില്ല സഹായിക്കാൻ, യാത്രക്കാരുമില്ല, അവിടെ ചുറ്റൊരു മനുഷ്യരുമില്ല, വിജനമായ പ്രദേശം. അപ്പം മഹാനവറുകൾ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന സമയം, കൈകാലുകൾ കെട്ടിയിട്ട് ഓടിപ്പോകാൻ പറ്റൂല. മറ്റാളെ കയ്യിൽ തിളങ്ങുന്ന വാള ഒന്ന് വീശിയാൽ തലം തെറിക്കും. എന്ത് ചെയ്യും എന്ന നിലയിൽ നിൽക്കുന്ന സമയത്ത് തൻ്റെ ഈമാനിക ശക്തി മുഴുവനും മനസ്സിൽ ആവാഹിച്ച് മഹാനവറുകൾ ഒറ്റ വിളിയ, യാ റഹ്മാൻ അഗ്സിനി എന്നാണ് വിളിച്ചപ്പോൾ അവിടുന്ന് പുറത്തു നിന്നൊരു സൗണ്ട് കേട്ടു. എന്താ സൗണ്ട്? വൈഹക ലാ തഖ്തുൽഹു, ഓ നാശം പിടിച്ചവനെ, നീ അദ്ദേഹത്തെ കൊല്ലല്ല എന്ന് സൗണ്ട് കേട്ടപ്പോൾ ഈ മുനാഫിഖായ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി. അപ്പോൾ ഒരു മനുഷ്യനും കാണുന്നില്ല. രണ്ടാമതും വന്നു, കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് വീണ്ടും ഒന്നാമത്തത് കേട്ട സൗണ്ടിനേക്കാൾ അടുത്തുനിന്ന് കേൾക്കുന്നത് പോലെ അവിടുന്ന് പറഞ്ഞു, ലാ തഖ്തുൽഹു, നീ അദ്ദേഹത്തെ കൊല്ലല്ല. അപ്പോഴും ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആരും കാണുന്നില്ല. അപ്പം അദ്ദേഹം വീണ്ടും മൂന്നാമതും വന്നു, കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മൂന്നാമതും സൗണ്ട് വന്നു. അത് ഗുഹയുടെ തൊട്ട് മുമ്പ് സൗണ്ട് കേൾക്കുന്ന പോലെ തോന്നി. ലാ തഖ്തുൽഹു, എടാ അദ്ദേഹത്തെ കൊല്ലല്ല എന്ന സൗണ്ട് ഗുഹന്റെ തൊട്ട് മുമ്പ് കേൾക്കും പോലെ തോന്നിയത്. അപ്പം മൂന്നാമത് അയാൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഉണ്ട് ഒരു കുതിരപ്പുറത്ത് ഒരു കുതിര സവാരിക്കാരൻ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ല മൂർച്ചയുള്ളൊരു കുന്തമുണ്ട്. ആ കുന്തം കൊണ്ട് ഈ മുനാഫിക്കിൽ ഒറ്റേറ കറക്റ്റ് മുനാഫിക്കിൻ്റെ ദേഹത്ത് കൊണ്ടു അയാൾ മരിച്ചു വീണു. കുതിര സവാരിക്കാരൻ താഴെ ഇറങ്ങി ഗുഹയിൽ കയറി നോക്കുമ്പോൾ അവിടെ സെയ്ദ് ബിൻ ഹാരിസ തങ്ങൾ കൈകാലുകൾ ബന്ധിച്ച് നിലയിലാണ് കിടക്കുന്നത്. ഉടൻ തന്നെ കെട്ടൊക്കെ കഴിച്ചു മോചിപ്പിച്ചു. എന്നിട്ട് ആ വന്ന ആള് കുതിര സവാരിക്കാരൻ ചോദിച്ചു, അമാ തായിഫിനി, എന്നെ മനസ്സിലാക്കണോ? അപ്പം അവിടുന്ന് പറഞ്ഞു, ഇല്ല, ആരാണ് താങ്കൾ? അപ്പം അവിടുന്ന് പറഞ്ഞു, അന ജിബിരിയിൽ, ഞാൻ ജിബിരിയിലാണ്. അപ്പം മഹാനവറോട് ജിബിരി അലൈഹി സ്വലാം പറയാണ്, നിങ്ങൾ പ്രയാസപ്പെട്ട് ആദ്യമായി വിളിച്ചില്ലേ, യാ റഹ്മാൻ ഫാബിസിനി, ആ സമയത്ത് ഞാൻ 7-ാം ആകാശത്തായിരുന്നു. അങ്ങനെ ആ വിളിക്കുത്തരം ചെയ്തു. രണ്ടാമത് വിളിച്ചല്ലോ, അപ്പം ഞാൻ 1-ാം ആകാശത്തിലേക്ക് എത്തി. മൂന്നാമത് വിളിച്ചല്ലോ, അപ്പം ഞാൻ നിങ്ങളെ ഗുഹൻ്റെ മുമ്പിലെത്തി, നിങ്ങളെ രക്ഷപ്പെടുത്തി. കണ്ടോ, മഹാന്മാർ നമുക്കൊക്കെ ഈമാൻ, തഖ്വ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോൾ പ്രയാസപ്പെടുന്ന സമയത്തും നമ്മളെ സഹായിക്കാൻ റബ്ബ് ഒരുങ്ങി നിൽക്കുകയാണ്. നമുക്ക് റബ്ബിലുള്ള ഈമാൻ അത്രയും കട്ടിയുള്ള ഈമാനാണ്, തഖ്വ നല്ലവണ്ണം വേണം. എങ്കിൽ അള്ളാഹു നമ്മെ എല്ലാ പ്രയാസത്തിലും സഹായിക്കും. അതിനുവേണ്ടി അള്ളാഹു തആല ഓരോരോ സഹായികളെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണ് മലക്കുകളെ കൊണ്ട് അള്ളാഹു സഹായിക്കും. ബദറിൽ മലക്കുകളെ കൊണ്ട് അയാൾ സഹായിച്ചു. അതുപോലെ മഹാന്മാരെ കൊണ്ട് സഹായിക്കും, അമ്പിയാക്കളെ കൊണ്ട് സഹായിക്കും, ഔലിയാക്കളെ കൊണ്ട് സഹായിക്കും, മുഅ്മിനീങ്ങളെ കൊണ്ട് സഹായിക്കും. ഇവരൊക്കെ അല്ലാഹു തആലാന്റെ സഹായങ്ങൾ വരാനുള്ള ഓരോ മാധ്യമങ്ങളാണ്.
അതുകൊണ്ടാണ് നമ്മൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നു, അമ്പിയാക്കളെ സ്നേഹിക്കുന്നു, സ്വഹാബത്തിനെ സ്നേഹിക്കുന്നു, ആലിമീങ്ങളെ സ്നേഹിക്കുന്നു. അവരൊക്കെ സ്നേഹിച്ച് അവരോടൊക്കെ നമ്മൾ സഹായം ചോദിക്കുന്നു. അവരോടൊക്കെ സഹായം ചോദിച്ചാൽ അള്ളാഹു തആല കൊടുത്ത കഴിവ് കൊണ്ട് അവരൊക്കെ നമ്മെ സഹായിക്കും. അള്ളാഹിൻ്റെ സഹായങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അള്ളാഹ് നിശ്ചയിച്ച ഓരോ മാധ്യമങ്ങളാണത്. അതുകൊണ്ട് മഹാന്മാരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മുടെ ജീവിതം വിജയത്തിലാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഈമാൻ ശക്തിയുള്ളതും തഖ്വ നിറഞ്ഞൊരു ജീവിതം അള്ളാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.